24-ാം തീയതി സർജറി കഴിഞ്ഞിട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ കുഞ്ഞിൻ്റെ സ്റ്റിച്ച് എടുത്തു കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ കൈക്ക് നല്ല വളവാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇതെന്താ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കുട്ടിയല്ലേ, പിന്നെ കുഞ്ഞായതുകൊണ്ട് അത് പിന്നെ അവൻ വളരുന്നതനുസരിച്ച് അത് മാറും, അതുപോലെ ഫിസിയോതെറാപ്പി നമുക്ക് ചെയ്യാം, ഫിസിയോതെറാപ്പിയും ചെയ്യുന്ന സമയത്ത് അത് മാറുമെന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ കൈ പ്ലാസ്റ്റർ ഇട്ട് ജനുവരി 1-ാം തീയതി പോയി അത് മാറ്റി. പിന്നെ എക്സ്റേ എടുത്ത് അത് കാണിച്ചപ്പോഴത്തേക്കാണ് അതിനകത്ത് നല്ല അകൽച്ച, എല്ല് നല്ല അകന്നിരിക്കുക. അപ്പം ഞങ്ങൾ എല്ല് ഇങ്ങനെ അകന്നിരിക്കുന്നത് എന്താണെന്ന് ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് പിന്നെ കുട്ടി ആയതുകൊണ്ട് ബോൺസ് ഇനി വളരുന്ന സമയം അത് വളർന്ന് അടുത്തോളും എന്നാണ് അവർ പറഞ്ഞത്. കൈയുടെ ഈ വളവും അതും ഫിസിയോതെറാപ്പി ചെയ്യുന്ന ഇതിന് മാറിക്കോളും, ഫിസിയോതെറാപ്പി ചെയ്യും, അപ്പോഴത്തേനും അങ്ങ് മാറും. അതുപോലെ കുഞ്ഞിൻ്റെ കൈക്ക് മണ്ണക്കുറവായതുകൊണ്ട് ആ ഇട്ടേക്കുന്ന ഇംപ്ലാന്റ് ഇങ്ങനെ തള്ളിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവർ ഡോക്ടർമാരല്ലേ, അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യുമ്പോൾ ശരിയാകുമെന്നും പറഞ്ഞിരുന്നു. പിന്നെയും ആ ജനുവരിയിൽ തന്നെ പ്ലാസ്റ്റർ ഇട്ടു. ഫെബ്രുവരി 2-ാം തീയതി പോയി അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എക്സ്റേ എടുത്തു. അപ്പോഴും എല്ലിങ്ങനെ തന്നെ കുഞ്ഞിൻ്റെ കൈക്ക് ഒരു വ്യത്യാസവും നല്ല വളവ്. ഈ 2.5 മാസം കൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ കൈക്ക് ഒരു മാറ്റവും വരാത്ത ഹോസ്പിറ്റലിൽ പോകണമെന്ന് ഞങ്ങൾക്ക് ഇനിയില്ല. കാരണം ഞങ്ങൾക്ക് പേടിയാണ്. അവരെ എന്തുറപ്പില്ല ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ എൻ്റെ കൈ ഇനിയും ശരിയാകുമെന്ന് പറയുന്നത്. കാരണം ഇത്രയും പോലും ഒരു എക്സ്റേക്കകത്ത് ഇത്രയും ഗ്യാപ്പ് വന്നിട്ട് പോലും ഇത്രയും കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉണ്ടായിട്ട് പോലും അവർ നമ്മളോട് ഇങ്ങനെ പറഞ്ഞില്ല, ഇങ്ങനെ വന്ന് കിടക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രൂ ഇങ്ങനെ വിട്ട് കിടക്കുക എന്നുള്ളൊരു കാര്യം. കാരണം ഡോക്ടർമാരല്ലേ, അവർക്കറിയാലോ, നമ്മൾ സാധാരണക്കാർ നമുക്കറിയത്തില്ലല്ലോ, അവർക്ക് നോക്കുമ്പോൾ അറിയത്തില്ലേ. അവരെന്നിട്ട് പോലും നമ്മളോടൊരു കാര്യങ്ങളും പറഞ്ഞു തന്നില്ല.